പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനം നടത്തുമ്പോൾ എത്ര പുച്ഛത്തോടുകൂടിയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്, മാധ്യമങ്ങളെ കുറിച്ച് പറയുന്നത്. എന്തല്ല ഞങ്ങളൊക്കെ പരിഭവം പറയാറുള്ളത് നിങ്ങളോട്. മാധ്യമങ്ങളെ വിമർശിക്കാറ് പോലും ഇല്ല നമ്മൾ. നിങ്ങൾ കോൺഗ്രസിന്റെ പുറകെ എന്തോരം നാളായി നടക്കും. ഞങ്ങൾ പരിഭവം പങ്കുവെക്കിടയ്ക്ക് വിമർശിക്കാറ് പോലും ഇല്ല. ഇത് എന്തൊരു രൂക്ഷമായ വിമർശനമാണ് മാധ്യമങ്ങൾക്കെതിരെ നടത്തുന്നത്. എന്നിട്ട് മാധ്യമങ്ങൾ കൂടി ഇയാൾ കൊള്ളാം മറ്റേയാൾ കൊള്ളാം എന്ന് പറയുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ഏർപ്പാട് ജനങ്ങൾ തിരിച്ചറിയും. ഇനി ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത്. പലരും ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം പല മാധ്യമങ്ങളും ഇട്ടിട്ടില്ല. ഞങ്ങൾ അല്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. ആളുകൾ അറിയും. ആളുകൾ ഇത് കാണുമ്പോൾ മനസ്സിലാക്കിക്കോളും ഇത് കാശ് കൊടുത്തിട്ട് ചെയ്യും. മലപ്പുറം ദേശീയപാതയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ വിള്ളൽ കണ്ടെത്തിയാണ് ഇപ്പൊ പറയുന്നത്. ഇന്നലെ രാത്രി വീണ്ടും കൂടുതൽ വിള്ളലുകളുണ്ടായി. ഞാൻ പറഞ്ഞേ അശാസ്ത്രീയമായിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. പാലാരിവട്ടം പാലം തകർന്നൊന്നും വീണില്ലല്ലോ. എന്തൊരു പ്രചരണമായിരുന്നു CPM. തകർന്നൊന്നും വീണില്ലല്ലോ. ആ പാലത്തിന്റെ നിർമ്മാണത്തിൽ ഒരു അപാകത ഉണ്ട്. അത് കറക്റ്റ് ചെയ്യണമെന്നാണ് കണ്ടെത്തിയത്. അതിനെന്തായിരുന്നു കേരളം മുഴുവൻ പ്രചരണം? പഞ്ചവടി പാലം ഈ സാധനം താഴെ കിടക്കുക. അതിന്റെ അടിയിൽ ഒരു 5-6 വണ്ടി കൂടി ആ സർവീസ് റോഡിൽ കൂടി വേറെ പോയിരുന്നെങ്കിൽ എത്ര പേര് മരിച്ചേനെ. ഒരു തിരക്കുള്ള സമയമായിരുന്നെങ്കിൽ. ഇന്നലെ രാത്രിയും പോയി. അത് മുഴുവൻ വന്ന് വീണ് സർവീസ് റോഡ് വീണ്ടും വയൽ വരെ തൊട്ടടുത്ത് കിടക്കുന്ന വയൽ വരെ വിള്ളലുണ്ടായി എന്നാണ്. ഞാൻ ഇപ്പൊ അവിടുത്തെ MLA KPA മജീദ് സംസാരിച്ചിരുന്നു. രൂക്ഷമായ പ്രശ്നമാണ്. ആളുകളെല്ലാം വലിയ വേവലാതിയിലാണ്, ഉത്കണ്ഠയിലാണ്, ഭയത്തിലാണ്. ഇതാണ് സർക്കാരിന്റെ മുഖമുദ്ര. 4ാം വാർഷികത്തിന് സമ്മാനങ്ങളാണ് ജനത്തിന് കൊടുക്കുന്ന സമ്മാനങ്ങൾ. തിരുവനന്തപുരത്തെ ബിന്ദുവിനുണ്ടായ അനുഭവം, ഈ കൂരിയാട് ഇത് തകർന്നു വീണത്, ഈ ഇപ്പൊ പാലക്കാടുണ്ടായ വന്യജീവി ആക്രമണം, 4ാം വാർഷികത്തിന് ജനങ്ങൾക്ക് കൊടുക്കുന്ന എന്താണ് സർക്കാർ എന്ന് ജനങ്ങളോട് ഉറക്ക വിളിച്ചു പറയുന്ന 3 കാര്യങ്ങളാണ് നടന്നത്. വേടന്റെ പരിപാടി പാലക്കാട് നടന്നപ്പോൾ വലിയ തിക്കും തിരക്കും ഒക്കെ ഉണ്ടായി. BJP പക്ഷേ ഇപ്പോ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിൽ 1-2 ബെഞ്ച് കൊടുക്കുമെന്നാണ് പറയുന്നത്. നഗരസഭയുടെ കോട്ട മൈതാനത്തെ ഞാൻ പറഞ്ഞത് സാംസ്കാരിക പരിപാടികൾ നടക്കുമ്പോൾ തിരക്ക് നിയന്ത്രിക്കേണ്ടത് പോലീസാണ്. പോലീസ് അവരുടെ ജോലി ചെയ്യണം. അല്ലെങ്കിൽ നടത്തുന്ന സംഘടന ആ പരിപാടി എങ്ങനെയാണെന്ന് നടത്തണം. അതിനെതിരായിട്ട് ഈ വേടനെതിരായിട്ട് തിരിയേണ്ട കാര്യമൊന്നുമില്ല. വേടനെതിരായിട്ട് തിരിയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പറയുന്നത് അയാൾ ലഹരി മരുന്ന് ഉപയോഗിച്ചതിന് കേസിൽ അറസ്റ്റ് ചെയ്ത ആളാണ്. അതുകൊണ്ട് ഇനി അയാളുടെ പരിപാടി നടത്തുന്നത് എനിക്ക് അതിനോട് യോജിപ്പില്ല. അയാൾ എന്താ പറഞ്ഞത്? എനിക്ക് തെറ്റുപറ്റി, ഞാൻ ഇനി അത് ആവർത്തിക്കില്ല, എനിക്ക് പറ്റിയ തെറ്റിനി കുഞ്ഞുങ്ങൾക്ക് ആർക്കും സംഭവിക്കരുത് എന്ന് ആ മനുഷ്യൻ തുറന്നു പറഞ്ഞ ചെറുപ്പക്കാരൻ തുറന്നു പറഞ്ഞു. ഞാൻ പറയുന്നത് അദ്ദേഹത്തെ തന്നെ ലഹരി മരുന്നിനെതിരായിട്ടുള്ള ക്യാമ്പയിന് വേണ്ടി കൂടുതൽ ഉപയോഗിക്കണമെന്നാണ്. എനിക്ക് തെറ്റുപറ്റി, എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് ആർക്കും പറ്റരുത് എന്ന് പറയണം. അതല്ലേ ക്യാമ്പയിന്റെ ഭാഗം. അല്ലാതെ അയാളെ ഇനി ജീവിതകാലം മുഴുവൻ അയാൾ ലഹരി മരുന്ന് ഉപയോഗിച്ച് അയാൾ നശിച്ചു പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുകയാണ് ചെയ്യേണ്ടത്. കുറച്ചുകൂടി പോസിറ്റീവായിട്ടാണ്. BJPയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവര് ഇപ്പോഴും സവർണ മേധാവിത്വമാണ് അവരുടെ ഉള്ളിലുള്ളത്. അപ്പൊ അദ്ദേഹം ഒരു പിന്നോക്ക ജാതിയിൽപ്പെട്ട ഒരാളായതുകൊണ്ടുള്ള അയാളോടുള്ളൊരു വിദ്വേഷമാണ് മനസ്സിൽ. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ആ ചെറുപ്പക്കാരൻ നല്ല പാട്ടുകാരനായ ആള് ജനങ്ങളെ കയ്യിലെടുക്കുന്ന ആൾ, അയാള് ഇതിനകത്ത് പെട്ടുപോയപ്പോ നമുക്ക് വിഷമമുണ്ട്. ചെയ്യാൻ